മലപ്പുറം കോട്ടയ്ക്കലിൽ നിപ സമ്പർക്ക പട്ടികയിലെ സ്ത്രീ മരിച്ചു. മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ബന്ധുക്കളുടെ ശ്രമം ആരോഗ്യവകുപ്പ് തടഞ്ഞു. ഫലം പുറത്തു വരുന്നതുവരെ മൃതദേഹം സംസ്കരിക്കരുത് എന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ഹരികുമാർ ചേരുകയാണ്. ഹരി, സമ്പർക്ക പട്ടികയിലെ സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് എന്താണ് പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിയായ 65-കാരിയാണ് മരിച്ചിരിക്കുന്നത്. ഈ മൃതദേഹം ആശുപത്രിയിൽ മരിച്ച ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ആരോഗ്യവകുപ്പ് ഇടപെട്ട് മൃതദേഹം സംസ്കരിക്കുന്നത് തടയുകയായിരുന്നു. കാരണം ഈ 65-കാരി കഴിഞ്ഞ ജൂലൈ 1-ന് മരിച്ച മങ്കടയിലെ 18-കാരി ചികിത്സയിലിരുന്ന അതേ തീവ്രപരിചരണ വിഭാഗത്തിൽ ഈ 65-കാരിയും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് സമ്പർക്ക പട്ടികയിൽ എത്തിയത്. ഇതിനിടെ ശാരീരിക നില വഷളായി ഇന്ന് ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ഇടപെട്ട് സംസ്കാരം തടഞ്ഞത്. ഇപ്പോൾ പരിശോധനാ ഫലം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടെ പരിശോധനാ ഫലം വരും. നിപ പരിശോധനയ്ക്കായിട്ടാണ് സാമ്പിൾ അയച്ചിട്ടുള്ളത്. ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുക. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരോഗ്യവകുപ്പ് വേഗത്തിലാക്കിയിട്ടുണ്ട്. കാരണം സംസ്കാര ചടങ്ങുകൾ ബന്ധുക്കൾ നടത്താനിരുന്ന സംസ്കാര ചടങ്ങുകൾ ആരോഗ്യവകുപ്പ് തടഞ്ഞിരിക്കുകയാണ്. പരിശോധനാ ഫലം വന്ന ശേഷം ഇനി തുടർ നടപടികൾ ഉണ്ടാകും. എന്തായാലും ജൂലൈ 1-നാണ് മങ്കട സ്വദേശിയായ 18-കാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ ബാധിച്ച് മരിച്ചത്. ഈ പെൺകുട്ടിയെ ജൂൺ 28-നാണ് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ സമയത്താണ് ഈ 65-കാരി ഇതേ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നത്. ദീപ. ശരി ഹരി, കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഹരികുമാർ.